ഇന്ന് സുവിശേഷ വായനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രത്യാശ, സന്നദ്ധത, അനുതാപം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഒരു സന്ദേശം ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. സമീപ ആഴ്ചകളിൽ ലോകമെങ്ങും വിവിധ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പ്രകൃതി അസ്വസ്ഥതകളുമാണ് നാം അനുഭവിച്ചിട്ടുള്ളത്. ചുഴലിക്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, കടുത്ത കൊടുങ്കാറ്റുകൾ, സുനാമി മുന്നറിയിപ്പുകൾ, ഇവ എല്ലാം സൃഷ്ടിയുടെ പ്രവചനാതീതതയും അതിന്റെ ശക്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം മുന്നറിയിപ്പുകൾ വരുമ്പോൾ ആളുകൾ ഉടൻ തന്നെ അവരുടെ പദ്ധതികൾ മാറ്റിവെക്കുന്നു, തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകുന്നു, യാത്രകൾ റദ്ദാക്കുന്നു, വീടുകൾ സുരക്ഷിതമാക്കുന്നു. ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല, ലോകത്ത് എന്തോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ എല്ലാവരെയും ശ്രദ്ധയോടെ നിലകൊള്ളാൻ വിളിക്കുന്നു. യേശുവും ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയിലെ മാറ്റങ്ങൾ, രാഷ്ട്രങ്ങളുടെ പ്രക്ഷുബ്ധത, ഭയത്തോടെ വിറങ്ങലിക്കുന്ന മനുഷ്യർ. ഇന്നത്തെ കാലത്തിൽ നാം കാണുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവൃത്തിയും തീവ്രതയും അവന്റെ വാക്കുകളുടെ പ്രതിഫലനം പോലെ തോന്നുന്നു. എന്നാൽ യേശു നമ്മെ ഭയപ്പെടാൻ വിളിക്കുന്നില്ല, പകരം അവൻ പറയുന്നു, നിവർന്നു നിന്ന് തല ഉയർത്തുക, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അവന്റെ ഈ വാക്കുകൾ ശാരീരിക സന്നിഗ്ധതയേക്കാൾ കൂടുതലിനെ ഉൾക്കൊള്ളുന്നതാണ്. അത് ആത്മീയ സന്നദ്ധതയ്ക്കുള്ള ക്ഷണമാണ്. സ്വാഭാവിക മുന്നറിയിപ്പുകൾ വരുമ്പോൾ അഭയം തേടാനും ജീവൻ സംരക്ഷിക്കാനുമുള്ള നിർദ്ദേശങ്ങൾക്കു മനുഷ്യർ തൽക്ഷണം പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം നൽകുന്ന ആത്മീയ മുന്നറിയിപ്പുകളോടും സമാന ഗൗരവത്തോടെയും വേഗത്തോടെയും പ്രതികരിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. ആദ്യകാല ക്രിസ്ത്യാനികൾ അവന്റെ വാക്കുകൾ വിശ്വസിച്ചും അനുസരിച്ചും നിന്നതുകൊണ്ടാണ് ജെറുസലേമിന്റെ നാശകാലത്ത് അവർ രക്ഷപ്പെട്ടത്. ഇന്നും അദ്ദേഹം നമ്മെ പാപത്തിൽ നിന്ന് വിട്ടുമാറി പുതുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവത്തിലേക്ക് തിരിയാൻ മാനസാന്തരത്തിലൂടെ വിളിക്കുന്നു. പലപ്പോഴും വിഭജനം, വിദ്വേഷം, നിസ്സംഗത എന്നിവ തിരഞ്ഞെടുക്കുന്ന ഒരു ലോകത്തിൽ പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും കരുണയിലൂടെയും അനുകമ്പയിലൂടെയും സ്നേഹത്തിലൂടെയും ആത്മീയമായി ജാഗ്രതയോടെ ജീവിക്കുന്നതിലാണ് യഥാർത്ഥ തയ്യാറെടുപ്പ്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ശിഷ്യന്മാരുടെ ജീവിതരീതിയാണിത്. അഡ്വന്റ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്നു. അഡ്വന്റ് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കാലം മാത്രമല്ല, മഹത്വത്തിലാണ് വരാനിരിക്കുന്ന അവന്റെ അന്തിമ വരവിനായി നമ്മുടെ ഹൃദയങ്ങളെ സജ്ജീകരിക്കാനുള്ള അനുഗ്രഹീതമായ സമയവുമാണ്. ധ്യാനം, അനുതാപം, സുവിശേഷത്തിൽ പുതുക്കിയ പ്രതിബദ്ധത, ഇവയാൽ അടയാളപ്പെടുന്ന ഒരു വിശുദ്ധകാലം. അതുകൊണ്ട് നമുക്ക് യേശുവിന്റെ വാക്കുകൾ ഹൃദയപൂർവ്വം സ്വീകരിക്കാം. പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. അവന്റെ ശബ്ദം കേൾക്കാം. പ്രത്യാശയുള്ള ഒരു സമൂഹമായി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ജെറുസലേമിന്റെ പതനം ഒരു മുന്നറിയിപ്പും വാഗ്ദാനവുമായിരുന്നു. ദൈവത്തിന്റെ നീതി സത്യമാണ്, അവന്റെ രാജ്യം നേരെ അടുത്തുവരികയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടയാളം. മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരുമ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കുന്നവരും ജാഗ്രതയുള്ളവരും ഭയമില്ലാത്തവരും ആയിത്തീരട്ടെ, തല ഉയർത്തി പ്രത്യാശയോടെ, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ. ആമേൻ.